Praise the Lord. Greetings to all in the matchless name of our Lord and Savior Jesus Christ. ഈ ചെറിയ സന്ദേശത്തിൻ്റെ ഉദ്ദേശം ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെ ദൈവവചനം അനുശാസിക്കുന്ന യേശുക്രിസ്തുവിനോട് ചേരുവാനുള്ള സ്നാനത്തിനായിട്ടും തുടർന്നുള്ള വിശുദ്ധ ജീവിതത്തിനു വേണ്ടിയും ഉത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. അതിന് ബേസായിട്ട് ആധാരമായിട്ട് ഞാൻ ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന വാക്യം ഇതാണ്. മർക്കോസിൻ്റെ സുവിശേഷം 16 അധ്യായം അതിൻ്റെ 16 വാക്യം. മാർക്ക് ചാപ്റ്റർ 16 verse 16. Whoever believes and is baptized will be saved, but whoever does not believe will be condemned. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവധിയിൽ അകപ്പെടും എന്ന് കാണുന്നു. യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് സ്നാനമേറ്റ് ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് വരെയും അല്ലെങ്കിൽ ഈ ലോകത്തിൽ നാം മാറ്റപ്പെടുന്നവരെയും വിശുദ്ധിയോടെ നാം ജീവിക്കുക എന്നുള്ളതാണ് ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള പദ്ധതി. അതിനാധാരമായി അനേക തിരുവെഴുത്തുകൾ ദൈവത്തിൻ്റെ വചനത്തിലുണ്ട്. ഏകദേശം 114 അതിലധികമോ ഭാഗങ്ങൾ തിരുവെഴുത്തിൽ ഈ സ്നാനത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ കാണപ്പെടുവാൻ കഴിയുന്നു. 1 പത്രോസിൻ്റെ ലേഖനം 3 അധ്യായം അതിൻ്റെ 20-21 വാക്യങ്ങൾ പ്രകാരം കാണപ്പെടുന്ന ആ പട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ 8 പേർ വെള്ളത്തിൽ കൂടി രക്ഷ പ്രാപിച്ചു. അപ്പോസ്തല പ്രവൃത്തി 40 അധ്യായം അതിൻ്റെ 47 വാക്യത്തിൽ കൊർന്നല്യോസിൻ്റെ കുടുംബം പത്രോസിൽ കൂടി ദൈവത്തിൻ്റെ വചനം കേട്ടപ്പോൾ അവർ പരിശുദ്ധാത്മാവ് നിറഞ്ഞു. ഈ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരെ സ്നാനം കഴിപ്പിപ്പാൻ തക്കവണ്ണം വെള്ളം വിളക്കുവാൻ ആർക്ക് കഴിയുമെന്ന് അപ്പോസ്തലന്മാർ തമ്മിൽ പറയുവാനായിട്ടിടയായി തീർന്നു. ഈ സ്നാനത്തിൻ്റെ അകത്തൊരു അൺവിസിബിൾ പാർട്ടുണ്ട്, പലപ്പോഴും നാം കാണാത്ത ഭാഗം, പുറമേയുള്ള ചടങ്ങിനപ്പുറമായിട്ട് ഉള്ള അദൃശ്യമായൊരു ഭാഗം. കൊലോസ് ലേഖനം 2 അധ്യായം അതിൻ്റെ 12 വാക്യത്തിൽ പ്രകാരം കാണുന്നു. സ്നാനത്തിൽ നിങ്ങൾ യേശുക്രിസ്തുവിനോട് കൂടെ അടക്കപ്പെടുകയും യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിൻ്റെ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്താൽ യേശുക്രിസ്തുവിനോടുകൂടെ നിങ്ങളും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. എത്ര മനോഹരമായ അനുഭവമാണല്ലേ! യേശുക്രിസ്തുവിനോട് അടക്കപ്പെടുന്നു, ദൈവത്തിൻ്റെ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്താൽ നാം യേശുക്രിസ്തുവിനോട് ഉയർത്തെഴുന്നേൽക്കുക. ആ ഒരു മനോഹരമായ പ്രക്രിയയാണ് സ്നാനം. ഗലാത്യ ലേഖനം 3 അധ്യായം അതിൻ്റെ 26, 27, 28 വാക്യങ്ങൾ പ്രകാരം കാണപ്പെടുന്നു. യേശുക്രിസ്തുവിലെ വിശ്വാസത്താൽ നിങ്ങളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അതിൽ യഹൂദനും യവനനുമെന്നില്ല, ദാസനും സ്വതന്ത്രനും ആണും പെണ്ണും എന്നില്ല, എല്ലാവർക്കും ഇത് ആവശ്യമാണ്. യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിനും മരണ പുനരുത്ഥാന അനുഭവങ്ങൾക്ക് ശേഷം താൻ സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പായി തൻ്റെ ശിഷ്യന്മാർക്കൊരു ഗ്രേറ്റ് കമാൻഡ് കൊടുക്കാനിടയായി തീർന്നു. മത്തായി സുവിശേഷം 28 അധ്യായത്തിലുണ്ട്. മാത്യു ചാപ്റ്റർ 28 verse 19-20. Therefore go and make disciples of all nations, baptizing them in the name of the Father and of the Son and of the Holy Spirit. വളരെ വിലപ്പെട്ട ഒരു ഉപദേശമാണത്. പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ക്രൂശിലെ കള്ളൻ സ്നാനപ്പെട്ടിട്ടില്ലല്ലോ, അദ്ദേഹം എങ്ങനെയാണ് പർദീസയിൽ ഇരിക്കുമെന്ന് കർത്താവ് പറഞ്ഞത്? ഒരു കാര്യം മനസ്സിലാക്കണം, ക്രൂശിലെ കള്ളന് കർത്താവിനോടുകൂടെ മരിക്കുവാൻ തക്കവണ്ണം സാവകാശം ലഭിച്ച ആളാണ്. തന്നോട് തന്നെ അന്നേരം റിപ്പൻറ്റ് ചെയ്യുവാനും മരിക്കുവാനും യേശുവിനോട് കൂടെ മരിക്കുവാനും അവസരം ലഭിച്ചൊരു വ്യക്തിയാണ്. ദൈവത്തിൻ്റെ മക്കളെ യേശുക്രിസ്തുവിനോടുകൂടെ ചേരുവാൻ അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ മരണ പുനരുത്ഥാന അനുഭവങ്ങളോടുകൂടെ ഏകീഭവിക്കുന്ന ഒരു പ്രക്രിയയാണിത്. അപ്രകാരമുള്ളൊരു മനോഹരമായ അനുഭവമാണിത്. റിപ്പൻറ്റൻസ്, അതുപോലെ വാട്ടർ ബാപ്റ്റിസം, ഇതെല്ലാം ക്രിസ്ത്യ ജീവിതത്തിൻ്റെ അടിസ്ഥാനങ്ങളിൽ പെടുന്ന കാര്യങ്ങളാണ്. അപ്പോസ്തല പ്രവൃത്തി 2 അധ്യായം അതിൻ്റെ 38 വാക്യത്തിൽ അപ്പോസ്തലനായ പത്രോസ് പ്രകാരം പറയുന്നുണ്ട്. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽക്കുകയും എന്നാൽ പരിശുദ്ധാത്മാവെന്ന് ദാനം ലഭിക്കും. ആക്ട്സ് ചാപ്റ്റർ 2 verse 38.
Then Peter said unto them, Repent and be baptized, every one of you, in the name of Jesus Christ, for the remission of sins, and ye shall receive the gift of the Holy Ghost. അപ്പോൾ 1 പത്രോസ് 3-ാം അധ്യായം അതിൻ്റെ 18 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അതിനകത്തും വളരെ സ്പഷ്ടമായിട്ട് എന്താണ് ഇതിൻ്റെ ആവശ്യമെന്നുള്ള കാര്യം പറയുവാനായിട്ടിടയായിത്തീരുന്നു. 1 പത്രോസ് 3-ാം അധ്യായം അതിൻ്റെ 18 വാക്യങ്ങൾ. ക്രിസ്തുവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതികെട്ടവർക്ക് വേണ്ടി പാപനിമിത്തം ഒരിക്കൽ കഷ്ടമനുഭവിച്ചു. ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിക്കപ്പെടുകയും ചെയ്തു. 19-ാം വാക്യം. ആത്മാവിൽ അവൻ ചെന്നു പണ്ട് നോഹയുടെ കാലത്ത് പെട്ടകമൊരുക്കുന്ന സമയം ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ അനുസരിക്കാത്തവരായി തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു. ശ്രദ്ധിക്കുക, 20-ാം വാക്യം. ആ പെട്ടകത്തിൽ അല്പജനമെന്ന് വെച്ചാൽ 8 പേർ വെള്ളത്തിൽ കൂടി രക്ഷ പ്രാപിച്ചു. 21-ാം വാക്യം. അത് സ്നാനത്തിന് ഒരു മുൻകുറി. സ്നാനമോ ഇപ്പോൾ ജഡത്തിൻ്റെ അഴുക്ക് കളയുന്നതായല്ല, ദൈവത്തോട് നല്ല മനസാക്ഷിക്കായുള്ള അപേക്ഷയായത്രേ. യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്താൽ നമ്മെയും രക്ഷിക്കുന്നു. യേശുക്രിസ്തു സ്വർഗത്തിലേക്ക് പോയി ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. ദൂതന്മാരും അധികാരങ്ങളും ശക്തികളും അവന് കീഴ്പ്പെട്ടിരിക്കുന്നു. 1 Peter chapter 3 verse 18 onwards. For Christ also hath once suffered for sins, the just for the unjust, that he might bring us to God, being put to death in the flesh, but quickened by the Spirit, by which also he went and preached unto the spirits in prison, which sometimes were disobedient, when once the long suffering of God waited in the days of Noah, while the ark was preparing, wherein few, that is, 8 souls, were saved by water. The like figure whereunto even baptism doeth also now save us, not the putting away of the filth of the flesh, but the answer of a good conscience toward God, by the resurrection of Jesus Christ, who is gone unto heaven, and is on the right hand of God, angels and authorities and powers being made subject unto him. യേശുക്രിസ്തു ഇപ്രകാരം കൂടെ പറഞ്ഞിട്ടുണ്ട്, all those who believe in me will obey my command. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നവർ യേശുക്രിസ്തു പറഞ്ഞ കമാൻഡ് അനുസരിക്കുമെന്ന് യേശുക്രിസ്തു എടുത്തു പറഞ്ഞിട്ടുണ്ട്. നാം ന്യൂ ടെസ്റ്റ്മെൻറ്റിൽ പഠിക്കുമ്പോൾ കൊർന്നല്യോസ് കുടുംബവും ലുദിയ കുടുംബം, അതുപോലെ ജയിൽ സൂപ്രണ്ട് കുടുംബം, സ്തേഫാനോസ് കുടുംബം, ഇവരെല്ലാം കുടുംബമായിട്ട് സ്നാനപ്പെട്ടതായിട്ട് കാണുന്നു. ചിലർ ശിശു സ്നാനത്തിൻ്റെ വാദഗതികളായിട്ട് അങ്ങനെ കുടുംബമായിട്ട് സ്നാനപ്പെട്ടതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അവിടെ കുഞ്ഞുങ്ങൾ കാണത്തില്ലായിരുന്നു, കുഞ്ഞുങ്ങളൂടെ സ്നാനപ്പെട്ടില്ലായിരുന്നു എന്നൊക്കെ പറയാറുണ്ട്. എന്നാൽ വിശ്വസിച്ച് സ്നാനമേൽക്കുക എന്നുള്ളതാണ്. കുഞ്ഞുങ്ങളെ സ്നാനപ്പെടുത്തുന്നതോ അല്ലെങ്കിൽ മുതിർന്ന സ്നാനമോ അല്ല ശരി. വിശ്വാസ സ്നാനം, വിശ്വസിച്ചതിന്, യേശുക്രിസ്തുവിൽ വിശ്വസിച്ചതിന് ശേഷമുള്ള സ്നാനമാണ് ശരി. ഒരു വ്യക്തിക്ക് വിശ്വസിക്കാൻ, താൻ തന്നെ വിശ്വസിച്ച് അത് മനസ്സിലാക്കുവാൻ പ്രായമുള്ള സമയം, ആ സമയത്ത് സ്നാനപ്പെട്ട് കർത്താവിനോട് ചേരുവാൻ ഉള്ള അവകാശമുണ്ട്. അതിനുവേണ്ടി ഒരുങ്ങുവാൻ ഈ ദിവസങ്ങൾ നമ്മെ തന്നെ നാം ദൈവമുമ്പാകെ ഏൽപ്പിച്ചു കൊടുക്കണം. പർപ്പസിനെ കുറിച്ച് അല്പമായ കാര്യങ്ങളിലൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് വ്യക്തമാക്കുവാൻ താല്പര്യപ്പെടുന്നു. To put off the old nature, or crucify, bury, and also to put on Jesus Christ. ചില ആൾക്കാർ ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, വെള്ളത്തിൽ മുങ്ങുന്നതിന് എന്താണ് ഇത്ര പ്രാധാന്യം? യേശുക്രിസ്തുവിനോട് ചേരുവാനാണ് സ്നാനമെന്ന് നാം മനസ്സിലാക്കി. അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തുവിനോട് ചേരുന്നത് പ്രാധാന്യമുള്ള കാര്യമാണോ? പഴയ നിയമകാലത്ത് ദൈവജനമായ ഇസ്രായേൽ മിസ്രൈമി അടിമത്തത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടു. എന്നാൽ അവർ ചെങ്കടൽ കടന്നതിന് ശേഷമാണ് മോശയോട് ചേർന്നതെന്ന് തിരുവചനത്തിൽ എഴുതപ്പെടുന്നത്. അതുവരെ അവർക്ക് ആ അടിമത്തത്തിൻ്റെ ഒരു ചിന്താഗതിയും അതിനെക്കുറിച്ചുള്ള പരാതികളുമൊക്കെ ആയിരുന്നു. മോശയോട് ചേർന്നൊരു യാത്രയ്ക്ക് വേണ്ടി
ഒരുങ്ങിയത് കനാൻ നാട്ടിലേക്കുള്ള യാത്രയ്ക്ക് വേണ്ടി മോശയോട് പറ്റിച്ചേർന്ന് നിൽക്കുവാൻ അവർ പ്രാരംഭമായിട്ട് മിസ്രൈമിൽ നിന്ന് വിട്ടുപോകുവാനായിട്ട് ആ ചിന്താഗതിയിൽ നിന്ന് അവരെ വിടുവിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത് ചെങ്കടൽ കൂടി അവർ കടന്നതിന് ശേഷമാണ്. അങ്ങനെയെങ്കിൽ യേശുക്രിസ്തുവിനോടുകൂടെ ചേരുന്നത് സ്നാനത്തിൽ കൂടിയാണ്, തന്നിലുള്ള വിശ്വാസത്തിലും അതിന് ശേഷമുള്ള സ്നാനത്തിൽ കൂടിയാണ്. പുട്ട് ഓഫ് റെബലിയസ് സ്പിരിറ്റ്, റബിഷ് സ്പിരിറ്റ്, പുട്ട് ഓൺ ജീസസ് ക്രൈസ്റ്റ്. അപ്പോസ്തലപ്രവൃത്തി 22-ാം അധ്യായം 16-ാം വാക്യം, ആക്ട്സ് ചാപ്റ്റർ 22 വേഴ്സ് 16 നാം വായിക്കുമ്പോൾ, വിശ്വസിച്ച ശേഷം ഏറ്റവും തിരുവചനത്തിൽ സ്നാനപ്പെടുവാൻ താമസിച്ച വ്യക്തിയാണ് അപ്പോസ്തലനായ പോൾ. അത് 3 ദിവസമാണ് താമസിച്ചത്. ഹോളി സ്പിരിറ്റ് ആസ്ക് ഹിം വാട്ട് യു ആർ വെയിറ്റിംഗ് ഫോർ. നാം ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്, അല്പം കൂടെ കഴിഞ്ഞിട്ട് അടുത്ത ദിവസം അല്പം കൂടെ ചില കാര്യങ്ങളോടൊക്കെ ക്രമീകരിച്ചിട്ട് സ്നാനപ്പെടാം. നെവർ എക്സ്പെക്ട് ടു സേവ് അറ്റ് 10 o'clock. മേ ബി അറ്റ് 9:45 യു മേ ഡൈ ഓർ ഗാഡ് മേ കം. ഇഫ് യു ബിലീവ് വിത്ത് ഓൾ യുവർ ഹാർട്ട്, you can take the water baptism. ഗസയ്ക്കുള്ള നിർജ്ജനമായ പ്രദേശത്തെ കടന്നു പോകുവാൻ തക്കവണ്ണം ഫിലിപ്പോസിനെ പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുന്നു. അങ്ങനെ ആ സമയത്ത് യെരുശലേമിൽ കടന്നു വന്നിട്ട് നമസ്കരിപ്പാൻ വന്നിട്ട് മടങ്ങിപ്പോകുന്ന എത്യോപ്യ രാജ്ഞിയുടെ ഷണ്ണൻ തേരിലിരുന്നു കൊണ്ട് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം വായിക്കുകയായിരുന്നു. അപ്പോൾ ഫിലിപ്പോസിനോട് അതിനോട് ചേർന്ന് നടക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് തന്നെ നിർബന്ധിച്ചു. താൻ അപ്രകാരം ചെയ്തു. വായിക്കുന്ന ഭാഗം ഏതാണെന്ന് മനസ്സിലാക്കി അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾ വായിക്കുന്ന ഗ്രഹിക്കുന്നു? അപ്പോൾ പറഞ്ഞു, ഒരുവൻ പൊരുൾ തിരിച്ചു തരുവാൻ ഇല്ല എങ്കിൽ എങ്ങനെ ഗ്രഹിക്കും? അങ്ങനെ ഫിലിപ്പോസ് തേരിലേക്ക് കയറിയിരുന്ന യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുകയാണ്. ആ ഭാഗം, താൻ വായിച്ച ഭാഗം ആസ്പദമാക്കി ആ ഷണ്ണനോട് പറയുകയാണ്. അവർ ഇങ്ങനെ വഴി പോകുമ്പോൾ, അതിൻ്റെ അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായം 36-ാം വാക്യത്തിൽ, അവർ ഇങ്ങനെ വഴി പോകുമ്പോൾ വെള്ളമുള്ളൊരു സ്ഥലത്തെത്തി. അപ്പോൾ ഷണ്ണൻ, ഇതാ വെള്ളം, ഞാൻ സ്നാനമേൽക്കുന്നതിന് എന്ത് വിരോധമെന്ന് പറഞ്ഞു. അതിന് ഫിലിപ്പോസ്, നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുവെങ്കിൽ ആകാമെന്ന് പറഞ്ഞു. യേശുക്രിസ്തു ദൈവപുത്രനെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഷണ്ണൻ ഉത്തരം പറഞ്ഞു. അങ്ങനെ അവൻ തേർ നിർത്തുവാൻ കൽപ്പിച്ചു. ഫിലിപ്പോസും ഷണ്ണനും ഇരുവരും വെള്ളത്തിലിറങ്ങി അവനെ സ്നാനം കഴിപ്പിച്ചു. അവർ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് ഫിലിപ്പോസിനെ എടുത്തുകൊണ്ടുപോയി. ഷണ്ണൻ പിന്നെ അവനെ കണ്ടില്ല. അവൻ സന്തോഷിച്ചും കൊണ്ട് തൻ്റെ വഴിക്ക് പോയി. Then Philip opened his mouth and began at the same scripture and preached unto him Jesus. And as they went on their way, they came unto a certain water. And the eunuch said, See, here is water. What doth hinder me to be baptized? And Philip said, If thou believest with all thine heart, thou mayest. And he answered and said, I believe that Jesus Christ is the Son of God. And he commanded the chariot to stand still, and they went down both into the water. Pay attention, both went down into the water, both Philip and the eunuch, and he baptized him. And when they were come up out of the water, the Spirit of the Lord caught away Philip, and the eunuch saw him no more, and he went on his way rejoicing. വളരെ സന്തോഷവാനായിട്ട് കടന്നു പോകുന്നു. അപ്പം അവർ രണ്ടുപേരും വെള്ളത്തിലേക്ക് ഇറങ്ങി. അതിന് ശേഷം, സ്നാനത്തിന് ശേഷം വെള്ളത്തിൽ നിന്ന് പൊങ്ങി എന്നും വ്യക്തമായിട്ട് അവിടെ കാണപ്പെടുന്നു. പൂർണ്ണ സുവിശേഷത്തിനകത്ത് മുഴുകൽ സ്നാനമുണ്ട്. 2 സാക്രമെൻറ്റ്സ് ആണ് ദൈവവചനം നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഫസ്റ്റ്, വാട്ടർ ബാപ്റ്റിസം ആൻഡ് ഹോളി കമ്മ്യൂണിയൻ ഓർ ലോർഡ്സ് ടേബിൾ. It is instituted by God. John chapter 1 verse 4, purpose of sending the special man. അതായത് ജോണിനെ അയക്കുന്നതിൻ്റെ, സ്നാപക യോഹന്നാനെ അയക്കുന്നതിൻ്റെ ഉദ്ദേശം അവിടെ വ്യക്തമാക്കുന്നു. ദൈവം അയച്ചിട്ടൊരു മനുഷ്യൻ കടന്നു വരും. ദൈവമാണ് തൻ്റെ ദാസന്മാരെ ഏത് തലമുറയിലും തിരഞ്ഞെടുത്ത് ബാപ്റ്റിസ്റ്റ് അല്ലെങ്കിൽ സ്നാനപ്പെടുത്തുവാൻ തക്കവണ്ണം അയക്കുന്നത്. അവരെ ദൈവം അയക്കുന്നതാണ്.
മത്തായി സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യത്തിൽ യേശുക്രിസ്തു സ്നാനപ്പെടുന്ന അനുഭവങ്ങളെക്കുറിച്ച് നാം കാണുവാൻ കഴിയുന്നു. ലോകത്തിൽ സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഏറ്റവും വലിയവൻ എന്ന് പറയുകയാണ്. യേശുക്രിസ്തുവിനോട് വന്ന് പറയുകയാണ്, നിന്നാൽ സ്നാനമേൽക്കുവാൻ എനിക്ക് ആവശ്യം. അത് വ്യക്തമാക്കുന്നൊരു കാര്യം നമുക്ക് സ്നാനമേൽക്കുവാൻ ആവശ്യമാണ് എന്നുള്ളതാണ്. Jesus said, suffer it now. It is better to fulfill the righteousness of God and to set an example to follow his steps. First one, fulfill the righteousness of God. Second point, to set an example to follow his steps. ലൂക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 60-ാം വാക്യത്തിൽ പ്രകാരം കാണപ്പെടുന്നു, യേശു സ്നാനമേറ്റയുടൻ വെള്ളത്തിൽ നിന്ന് പൊങ്ങി വന്നു. ഫാദർ C.M. തോമസ് എഴുതിയ ശിശുസ്നാനം തിരുവചന വെളിച്ചത്തിൽ എന്നുള്ള ബുക്കിൻ്റെ ഫ്രണ്ട് കവറിൽ പ്രകാരം ഒരു പിക്ചറുണ്ട്. യോർദാൻ നദിയുടെ സമീപത്ത് ഒരു റോക്കിൽ യേശുക്രിസ്തു ഇരിക്കുന്നു. ഒട്ടകരോമം ധരിച്ച ഒട്ടകരോമങ്ങളുടെ ഉടുപ്പും അരയിൽ തോൽവാറ് അണിഞ്ഞ യോഹന്നാൻ കൈക്കുമ്പിളിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് യേശുക്രിസ്തുവിൻ്റെ തലയിൽ തളിക്കുന്നു. അപ്പോൾ തളിക്കൽ സ്നാനമാണ് ശരിയെന്നുള്ള രീതിയിലും അതുപോലെ ശിശുസ്നാനം തിരുവചന അടിസ്ഥാനത്തിലും തെളിയിക്കുവാനായിട്ടും ആഗ്രഹിച്ച അദ്ദേഹം ആ ബുക്ക് എഴുതിയെങ്കിലും അതിനകത്തുടനീളം അദ്ദേഹം എഴുതിയിരിക്കുന്നൊരു കാര്യമുണ്ട്. ശിശുസ്നാനത്തിന് തിരുവചനത്തിൽ തെളിവുകളൊന്നുമുണ്ടെങ്കിലും ഊഹിക്കാം, അനുമാനിക്കാം എന്നുള്ള കാര്യങ്ങൾ മാത്രമാണ്, വ്യക്തമായ കാര്യങ്ങളൊന്നുമില്ല. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിൽ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ 114 പരം പ്രാവശ്യം സ്നാനത്തെക്കുറിച്ചുണ്ട്. വ്യക്തമായി മുഴുകൽ സ്നാനം യേശുക്രിസ്തുവിനോട് ചേരുവാൻ ആവശ്യമാണെന്നുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ട്. ദൈവത്തിൻ്റെ വചനത്തിലെ കൽപ്പനകൾ അനുസരിക്കുന്നത് യേശുക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൻ്റെ പൂർത്തീകരണമാണ്. അതിനുവേണ്ടി ഒരുങ്ങുവാൻ ഒരിക്കലും പിശാച് നമ്മെ സമ്മതിക്കുകയില്ല. കൽപ്പന അനുസരിക്കാൻ എന്താണ് നാം ആമാന്തിക്കുന്നതെന്ന് നാം തന്നെ ഒന്ന് ചിന്തിക്കുക. പലപ്പോഴും ഈ ലോകത്തിലെ പല വാതിലുകളും അടയും, പല സുഖസൗകര്യങ്ങളും നഷ്ടപ്പെടുമെന്നൊക്കെയുള്ള ചിന്തകൾ നമ്മെ ഭരിക്കുന്നുണ്ട്. പല ബന്ധങ്ങളും തകരും, പല വാതിലുകളും അടയും എന്നുള്ളതാണ് നമ്മുടെ ചിന്താഗതി. നാം ഇന്ന് സംബന്ധിക്കുന്ന പലയിടത്തും നമുക്ക് ചിലപ്പോൾ കൂടുവാൻ കഴിഞ്ഞേക്കുകയില്ല. പലരും കുടുംബ ബന്ധങ്ങളിൽ നിന്നൊക്കെ നമ്മെ മാറ്റിക്കളയും, സ്നേഹബന്ധങ്ങൾ നമ്മളെ അകറ്റിക്കളയും എന്നൊക്കെയുള്ള ചിന്തകളാണ്. നല്ലൊരു കാര്യം മനസ്സിലാക്കുക, ഇവിടുത്തെ ബന്ധങ്ങളെല്ലാം ശവക്കുഴി വരെയുള്ളൂ, കല്ലറ വരെയുള്ളൂ. ഒരിക്കലും തകരാത്ത, ഒരിക്കലും നമ്മെ കൈവിടാത്തൊരു ബന്ധം ഉറപ്പിപ്പാൻ തക്കവണ്ണം കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. യേശുക്രിസ്തു സ്നാനമേറ്റ ഉടനെ സ്വർഗം തുറന്നു. സ്വർഗത്തിൽ നിന്ന് പ്രാവിറങ്ങിയിട്ട് പ്രകാരം പറയുന്നു, കർത്താവിൻ്റെ മേൽ വന്നു. സ്വർഗത്തിൽ നിന്നൊരു ശബ്ദവും കേട്ടു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവന് ചെവി കൊടുപ്പീൻ. ദൈവത്തിൻ്റെ മക്കളെ, സ്നാനമെന്ന ശുശ്രൂഷ അദൃശ്യമായി സ്വർഗം തുറക്കുന്ന ശുശ്രൂഷയാണ്. ഹല്ലേലൂയ. നാം ചിലപ്പോൾ മാനുഷിക കണ്ണുകൊണ്ട് കണ്ടില്ലെങ്കിലും സ്വർഗം തുറന്ന് ദൈവം സാക്ഷ്യം വെക്കുന്ന ഒരു അനുഭവമാണിത്. ഈ ഒരവസ്ഥയിലേക്ക് ഇറങ്ങി യേശുക്രിസ്തുവിന് വേണ്ടി ജീവിപ്പാൻ നാം നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കുക. വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട്, വിശ്വസിച്ച് സ്നാനമേറ്റ്, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച്, വിശുദ്ധയും വേർപാടോടും കൂടെ ജീവിച്ച്, മറ്റുള്ളവർക്ക് ഉപകാരപ്രദരായിട്ട് ജീവിച്ച്, മറ്റുള്ളവരുടെ മുമ്പിൽ യേശുക്രിസ്തുവിനെ വരച്ചു കാട്ടി ഈ ലോകത്തിൽ ഒരു നന്മ, മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു നന്മയുള്ളവനായി ജീവിച്ച്, മറ്റുള്ളവരോട് കർത്താവിനെക്കുറിച്ച് പറഞ്ഞ് കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടുവാൻ തക്കണം. നമ്മുടെ മരണം മുഖേന ഈ ലോകത്തിൽ നിന്ന് കടന്നു പോവുകയാണെങ്കിലോ, അല്ലെങ്കിൽ കർത്താവിൻ്റെ വരവ് വരെ നാം ജീവിച്ചിരിക്കുകയാണെങ്കിലോ, വിശ്വസ്തയോടെ മുന്നേറുവാൻ ലഭിക്കുന്ന ഈ നിമിഷം പാഴാക്കരുത്. ഇതിനുവേണ്ടി എൻ്റെ സ്നേഹിതരെ എല്ലാം ആഹ്വാനം ചെയ്യുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.